Good morning, all. Good morning. Good morning, Miss. Good morning. Prayer പറഞ്ഞോ ട്ടോ. Good morning, ma'am. Good morning, all. Let us pray by saying thanks to God that all you have been given throughout our life. Thank you for this beautiful morning. Thank you for the family. Thank you for the great opportunity to study. Thank you. Have a good day. സായിനകത്തുള്ള ഫുഡ് പ്രിപ്പയർഡ് ആണോ? കുഴപ്പമില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? അത് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ, ഓർമ്മയുണ്ടോ? ഞാൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് സെമിനാർ എടുക്കാം. കാരണം ആ ചെറിയൊരു പോർഷനും കൂടെ ഇല്ലേ ഉള്ളൂ ഇനി. Areas of individual difference. See difference in motor ability തുടങ്ങി എടുക്കാനുണ്ട്. ഓക്കെ, നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും എന്തായാലും ഡിഫറെന്റ് ആണ്. അതാണ് ചാപ്റ്ററിൽ പറഞ്ഞത്. ഡിഫറൻസ് ഇൻ ഫിസിക്കൽ സ്ട്രക്ചർ ആദ്യം പറഞ്ഞു അല്ലേ? ഹൈറ്റ്, വിഡ്ത്ത്, സ്കിന്നിന്റെ കളറ്, ഐസ്, ഹെയർ കളർ, ഇതെല്ലാം എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്തായാലും ഡിഫറെന്റ് ആണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സ്പീച്ച്, വോക്കിംഗ് സ്റ്റൈൽ, ഹെയർ സ്റ്റൈൽ ഒക്കെ എന്താണ് ഡിഫറെന്റ്, എന്തായാലും ഡിഫറെന്റ് ആണ്. അതേപോലെ നമ്മൾ മെന്റൽ ഡിഫറൻസിനെ കുറിച്ച് പറയും. പീപ്പിൾ ഡിഫർ ഇൻ ദെയർ മെന്റൽ എബിലിറ്റി. ഓരോ വ്യക്തിയുടെയും മെന്റൽ എബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ തിങ്കിങ് എബിലിറ്റി ആവട്ടെ, റീസണിങ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, കോൺസെൻട്രേഷൻ, ഇതെല്ലാം എന്താണ് ഓരോ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇന്റലിജൻസ് ഡിഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളുടെ ഇന്റലിജൻസ് മറ്റൊരാളുടെ ഇന്റലിജൻസ് വളരെയധികം ഡിഫറൻസ് ഉണ്ട്. IQ ലെവൽ മേ വെരി ഫാർ ലോ ടു വെരി ഹൈ. നമുക്കറിയാം ചിലവരിൽ IQ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും, ചിലവരിൽ വളരെ കുറവായിരിക്കും. അതേപോലെയാണ് അടുത്തൊരു ഡിഫറൻസ് ആണ് മോട്ടോർ എബിലിറ്റിയുടെ കാര്യത്തില് അല്ലെ? മോട്ടോർ എബിലിറ്റി ചിലവർക്ക് റിയാക്ഷൻ ടൈം കൂടുതലായിരിക്കും, സ്റ്റഡിനെസ് കൂടുതലായിരിക്കും, സ്പീഡ് ഓഫ് മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് ടു ടയർഡ്നെസ് കുറവായി, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ പറയുന്ന മോട്ടോർ എബിലിറ്റി സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്കാണ് കൂടുതൽ അല്ലെ? എന്നെ സംബന്ധിച്ച് കുറച്ച് വെയിറ്റ് ഉള്ള കാര്യങ്ങൾ എടുക്കുമെങ്കിൽ ഞാൻ ടയേർഡ് ആവും. പക്ഷെ എന്താണ് സാധാരണ ഒരു മെയിലാണ് ചെയ്യുന്നെങ്കിൽ ടയേർഡ് ആവില്ല അല്ലേ? നമ്മളെ കൊണ്ട് എല്ലാ മോട്ടോർ എബിലിറ്റി കുറവ് അത്ര ഇല്ല സ്ത്രീകൾക്ക്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. Difference in motor ability. Individual difference can be observed in motor ability such as reaction time, steadiness, rate of muscular movement, resistance to tiredness. മോട്ടോർ എബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വ്യക്തിയുടെയും റിയാക്ഷൻസ് ടൈമും സ്റ്റഡിനെസ്സും മസ്കുലർ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും മോട്ടോർ എബിലിറ്റി എങ്ങനെയാണ് ഡിഫറെന്റ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഡിഫറെന്റ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എന്റെ ഇൻട്രസ്റ്റും എന്റെ ആറ്റിറ്റ്യൂഡും ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്റെ ടേസ്റ്റും ആയിരിക്കില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിവ്യയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഫുഡിന്റെ കാര്യം എടുക്കുക എക്സാമ്പിൾ. ഫുഡിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാവും അല്ലെ? ചിലവര് ഞാൻ എന്താ പറയാ, ഇപ്പോ എന്താ പറയാ ബീഫ് റെഡ് മീറ്റ് കഴിക്കില്ല, കഴിക്കില്ല. ഇപ്പൊ എന്താണ് ചിലപ്പോ മറ്റൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് റെഡ് മീറ്റ് വളരെ ഇഷ്ടമായിരിക്കും. അപ്പൊ ഡിഫറൻസ് ഉണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഫുഡിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. മറ്റ് ഓരോ കാര്യത്തിലും ആ ഒരു എല്ലാ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആണെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അതേപോലെ നമ്മളുടെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം എന്താണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഡിഫറൻസ് ഉണ്ട്. പീപ്പിൾസ് വേരി ഇൻ ദർ ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. സംഹൗ ഇൻട്രസ്റ്റ് ഇൻ മീറ്റിംഗ് പീപ്പിൾസ്, ഫങ്ഷൻസ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ മീറ്റ് ചെയ്യുക, പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതേഴ്സ് ഫീൽ ഹാപ്പി ഇൻ ലോൺലിനെസ്. ചില ആൾക്കാർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കൂടുതൽ സമയം ബുക്കൊക്കെ വായിച്ച് കൂളായിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മറ്റുള്ളവര്. ആൻഡ് അവോയ്ഡ് സോഷ്യൽ മീറ്റിംഗ് ദ സെയിം വേ. ചിലപ്പോൾ സോഷ്യൽ മീറ്റിംഗ്സ്, ഫങ്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടീമായിരിക്കും.
പീപ്പിൾസ് ആർ ഫൗണ്ട് ടു ഹാവ് ദി ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡ്. ഓരോ വ്യക്തിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സം ഹാവ് എ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സം സ്കോളറിസ്റ്റിക്, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചികൾ വേറെ ആയിരിക്കും. ചിലർക്ക് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും, ചിലവർക്ക് കഥകൾ എഴുതാനായിട്ട് ഇഷ്ടമായിരിക്കും, ചിലർ നന്നായിട്ട് പാട്ട് പാടും, ചിലവർ നല്ല രീതിയിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ പറയാ കവിതകൾ എഴുതും. അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റുകൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഓരോരുത്തരുടെ അഭിരുചികൾ തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്. പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് ടേസ്റ്റ്. പീപ്പിൾസിന് ഡിഫറെന്റ് ഇൻട്രസ്റ്റും ടേസ്റ്റും ആണുള്ളത്. സം എൻജോയ് സോഷ്യൽ ആക്ടിവിറ്റി ആൻഡ് മീറ്റിംഗ് പീപ്പിൾസ്. ചില ആൾക്കാർക്ക് സോഷ്യൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനും വ്യക്തികളെ മീറ്റ് ചെയ്യാനും ഇഷ്ടമായിരിക്കും. അതർ പ്രിഫർ ലോൺലിനെസ്. മറ്റുള്ളവരെ ലോൺലിനെസ്, ഒറ്റയ്ക്ക് ഇരിക്കാനും സോഷ്യൽ ടെക്നിക്സ് ഗ്യാതറിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അഭിരുചികൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ആരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും. ഇപ്പൊ എനിക്ക് ചിലപ്പോ പാട്ടൊന്നും പാടാൻ കഴിവില്ലല്ലോ, എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് വെച്ചായിരിക്കും. അപ്പൊ മേ ബി ടീച്ചിങ്ങിനുള്ള നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടീച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കഴിവായിട്ട് പറയണ്ട, അതിനുള്ള കഴിവുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല, ഇപ്പൊ നിങ്ങൾക്ക് മറ്റു കഴിവുകളായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ടാവും ഇല്ലേ? നമ്മൾ ഇന്നൊരു റോള് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ നന്നായിട്ട് പാട്ട് പാടുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവ് എന്താണ്, പാട്ട് പാടുക എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും എങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആറ്റിറ്റ്യൂഡാണ് ഈ പറഞ്ഞത്, അഭിരുചികളാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ എന്താ പറയുക, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇന്ന്. ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഒന്ന് മോട്ടോർ എബിലിറ്റിയിലെ ഡിഫറൻസ്, മറ്റൊന്ന് ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും. ഓരോ വ്യക്തിയിലും ഉള്ള ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും എങ്ങനെയാണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എല്ലാവരും റീഡ് ചെയ്തോ? ഇനി ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഐഡിയാസ്, ഒപ്പീനിയൻ, ബിലീഫ്സ് ഇതിനൊക്കെയാണ് നമ്മൾ പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പീപ്പിൾ ഹാവ് ഡിഫറെന്റ് ബിലീഫ്സ്. ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വിശ്വാസങ്ങളായിരിക്കും, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും, ഡിഫറെന്റ് ഐഡിയാസ് ആയിരിക്കും അല്ലെ? എന്റെ ഐഡിയ ആയിരിക്കില്ല ഇപ്പൊ അമലയുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും എങ്ങനെയാണ് എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസും ഒപ്പീനിയൻസും ബിലീഫ്സ് ആയിരിക്കും ഉള്ളത്. They pose different attitude towards different people, group, objects, politicals, religious peoples. നമുക്ക് എക്സാമ്പിൾ പറയാം. പൊളിറ്റിക്കൽ പാർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള 9 പേർക്കും 9 ഒപ്പീനിയൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കോമൺലി ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതേപോലെ റിലീജിയസ് ആണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന റിലീജിയൻ ആവണമെന്നില്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഡിഫറെന്റ് പീപ്പിൾസ്, ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ഇനി അടുത്താണ് ഇമോഷണൽ ഡിഫറൻസ്. ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വൽസും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറൻസ് ഉണ്ട്. ഇമോഷണൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പീപ്പിൾസ് എക്സ്പ്രസ് ഇമോഷൻസ് ഡിഫറെന്റ്. ചില ആൾക്കാർ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, ഭയങ്കര വഴക്ക് പറയും. ചില ആൾക്കാർ സൈലന്റ് ആയിട്ട് പോകും, ഒന്നും സംസാരിക്കില്ല. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ ഓരോ വ്യക്തിയും ലവ്, അഫെക്ഷൻ, ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതർ മേ ഹാവ് മോർ
നെഗറ്റീവ് ഇമോഷൻ. ചില ആൾക്കാർക്ക് ലവ്, അഫെക്ഷൻ, ഹാപ്പിനെസ് കൂടുതലായിരിക്കും. ചിലവർക്ക് നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും. നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിനൊരു നെഗറ്റീവ് കാരണം കണ്ടുപിടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചിലവർ. നമ്മൾ ഇമോഷണൽ സ്റ്റേബിൾ ആൻഡ് മെച്ചുവർ. ചില കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഇമോഷണലി അവർ സ്റ്റേബിൾ ആണ്, കുറച്ചും കൂടി മെച്ചുവർ ആണെന്നൊക്കെ തോന്നും. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പറയും മെച്ചുവർ ആണ്. ചിലപ്പോൾ നമ്മൾ പറയും 30 വയസ്സ് ഇത്രയും പ്രായമായിട്ട് പോലും അവന് മെച്യൂരിറ്റി ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? ഇത്ര വയസ്സായി ഇവന് ഇത്രയും ഒട്ടും മെച്യൂരിറ്റി ഇല്ല നമ്മൾ പറയും. ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പ്രായത്തേക്കാൾ മെച്യൂരിറ്റി ഉണ്ട് അവന്റെ പെരുമാറ്റത്തിന്, ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? നമ്മൾ കോമൺലി പറയാറുണ്ട് പ്രായത്തേക്കാൾ മെച്യൂരിറ്റി ഉണ്ട്. ചിലവരെ കാണുമ്പോൾ നമ്മൾ പറയും പ്രായത്തേക്ക് ആ ഒരു മെച്യൂരിറ്റി ഇത്രയും നാളായിട്ടില്ല എന്ന് പറയും. അപ്പൊ ഇമോഷണൽ ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിഫർ ഇൻ ദ മോഡ് ദേ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്. ഓരോ വ്യക്തിയും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. ഇപ്പൊ എനിക്ക് സങ്കടം വന്നു എന്ന് വെച്ചാൽ, സങ്കടം വേണ്ട, സന്തോഷം വന്നു എന്ന് വിചാരിക്കും. സന്തോഷം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം സാധാരണ എന്താ ചെയ്യുക, അവര് ചിരിക്കല്ലേ ചെയ്യുന്നത്. എന്നുവെച്ചാൽ കോമഡി ഫിലിംസ് ഒക്കെ കണ്ടു ചിരിക്കുന്നതല്ല, അതല്ല ഓവറായിട്ട് നമുക്ക് ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പോ മേ ബി നമ്മളുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കണ്ണീരായിട്ടായിരിക്കും വരുന്നത്. ഇൻ സം ഇൻഡിവിജ്വൽ പേഴ്സൺസ് ലൈക്ക് ലവ്, അഫെക്ഷൻ, അമ്യൂസ്മെന്റ് എന്ന് പറഞ്ഞ ഹാപ്പിനെസ് ആണ്. ഇതെല്ലാം പ്രസന്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പൊ അവര് കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മളിൽ എന്താണോ ഉള്ളത് അതിന് നമ്മൾ സന്തോഷിക്കും. കാരണം നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് വിഷമിക്കല്ല വേണ്ടത്, നമ്മുടെ കയ്യിലുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ശരിയാണ്, കാരണം നമുക്ക് നമ്മളെ പോലെ തന്നെയല്ല മറ്റുള്ളവര്. അവർക്ക് നമ്മളെക്കാൾ ഒരുപാട് പരിമിതികളും കുറവുകളും. അപ്പൊ അവരെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് അതിനൊരു കാരണമാണ്. ചില ആൾക്കാര് അവര് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുന്നതിന് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇപ്പം നമ്മളിപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ മാത്രം കുറ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ മോശമായിട്ട് ചിത്രീകരിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊരു നെഗറ്റീവ് ഇമോഷൻ ആണ്. ചില വ്യക്തികളുടെ മനസ്സിൽ അങ്ങനെ നെഗറ്റീവ് ഇമോഷൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള വ്യക്തികളൊന്നും ഇല്ലാന്ന്. അങ്ങനെയല്ല, ചില ആൾക്കാരിൽ നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലായിരിക്കും. അപ്പോ ചില ആൾക്കാർ അങ്ങനെയാണ്. പക്ഷെ അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റുന്ന വെച്ചാൽ കുറച്ചൊക്കെ നമുക്കൊരു പരിധിവരെ തിരുത്താൻ പറ്റും. പക്ഷെ ഓവർകം ചെയ്ത് വരണം. അവർ തന്നെ മനസ്സിലാക്കണം അവരുടെ ഉള്ളിലുള്ളത് ഫുള്ള് നെഗറ്റീവ് ഇമോഷൻസ് ആണ്. നമ്മൾ ഓവർകം ചെയ്യണം. നമ്മളുടെ സ്വന്തം ഹാപ്പിനെസ് പോലും ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകും. സോ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഓക്കെ. പിന്നെ സം ഇമോഷൻസ് ആർ സം വൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും, കുറച്ചും കൂടി മെച്യൂർ ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടി നമുക്ക് കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ ഇമോഷൻസ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് സം ഇമോഷൻ അൺസ്റ്റേബിൾ ആണ്. മുതിർന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏജ്ഡ് ആയി കഴിഞ്ഞാലും അവരുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇൻമെച്യൂർ ഒക്കെ ആയിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. ഓക്കെ. അപ്പോ ഡിഫറൻസും ആറ്റിറ്റ്യൂഡ്, ഇമോഷണൽ ഡിഫറൻസും ഒന്ന് റീഡ് ചെയ്യട്ടോ. എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പോ നമ്മള് മുമ്പ് എടുത്തൊരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ട്, സെമിനാർ ഉണ്ട്. സെമിനാർ എടുക്കാൻ റെഡി ആയിട്ടുള്ളവര് എന്ത് ചെയ്യാം, പേര് മെസ്സേജ് ആയിട്ട് അയക്കാം. ഞാൻ അവര് പിൻ ചെയ്യാം കേട്ടോ. ാണ് ആദ്യം എടുക്കുന്ന ടോപ്പിക് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ എന്താണ് പിൻ ചെയ്യട്ടെ. സെമിനാർ എടുക്കുന്നില്ലേടാ? അല്ലല്ല, അത് കഴിഞ്ഞിട്ട് പേര് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞില്ലേ, എനിക്ക് ക്ലിയർ ആയില്ല. പിൻ ചെയ്യാന്ന് പറഞ്ഞതാ. പിൻ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് മോനെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഫോണിൽ കാണുന്നവർക്ക് അപ്പൊ മോന്റെ മാത്രം ഇമേജ് കാണാൻ പറ്റുള്ളൂ. എന്നുവെച്ചാല് മോൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ.
എടുത്തോട്ടെ. ഒരു മിനിറ്റ് ഇടാം, ഞാൻ PDF കൂടെ മാറ്റിത്തരാം. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാനോട് എടുക്കാൻ പോകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ലൈഫ് സ്റ്റോറിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഞാൻ പറയുമെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഒരു അധ്യാപകനായിട്ടും തത്വചിന്തകനായിട്ടും രാഷ്ട്ര നേതാവായിട്ടും ഒരുപോലെ തന്നെ മഹത്വം നേടിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ സർവപള്ളി രാധാകൃഷ്ണൻ എന്നാണ്. അധ്യാപനത്തെ ഒരു മഹത്തായ സേവനമായിട്ട് കണ്ട് അതിന് പുതിയ ഉയരങ്ങൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ജ്ഞാനവും വിനയവും ലാളിത്യവും നിറഞ്ഞ ജീവിതം നയിച്ച അദ്ദേഹം ലോകമെമ്പാടും ഇന്ത്യയുടെ തത്വചിന്ത പ്രചരിപ്പിച്ചു. ഇന്ത്യയിലെ ഓരോ വർഷവും സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ബാല്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1888 സെപ്റ്റംബർ 5 തിരുത്തണി എന്ന സ്ഥലത്താണ്. അദ്ദേഹം ഒരു സാധാരണ തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് സർവപള്ളി വീരസ്വാമി, അമ്മ സീതമ്മ. കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ടൊട്ടും ശക്തമല്ലായിരുന്നെങ്കിലും അവരുടെ വീട്ടിലുള്ളവരൊക്കെ എന്താണ് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ചെറുപ്പം മുതലേ തന്നെ ഇദ്ദേഹം പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തിയിരുന്ന ഒരു കുട്ടിയായിരുന്നു. പുസ്തകം വായിക്കുക, ചിന്തിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാല് മതപരവും സംസ്കാരപരവുമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. ഇദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ വളരെ ശാന്തനും വിനയശീലനുമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന പുസ്തകങ്ങൾ വായിക്കുക, മതഗ്രന്ഥങ്ങളും കഥകളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക, ഗുരുക്കന്മാരെ വളരെയധികം ബഹുമാനിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലെയുള്ള പ്രത്യേകതകളായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ ബുദ്ധിശക്തി അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ ചെറുപ്പം മുതലേ തന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം പഠിച്ച് ഓരോ സ്കൂൾ വിദ്യാഭ്യാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചേർന്നു. അവിടെ അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം ഫിലോസഫി ആയിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹം ഫിലോസഫി എടുത്തതെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കും തോറും അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യം കൂടിക്കൂടി വന്നു. അങ്ങനെ ഇന്ത്യയുടെ തത്വചിന്ത, വേദാന്തം, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് അറിയാനും അദ്ദേഹം താല്പര്യം കാണിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിശക്തിയൊക്കെ ഓരോ അധ്യാപകർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറെ സ്കോളർഷിപ്പുകൾ നേടി. സ്കോളർഷിപ്പുകളിലൂടെയാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. പിന്നെ ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, വേദാന്തം, ബുദ്ധമത ചിന്തകള്, പാശ്ചാത്യ തത്വചിന്ത എന്നിവ അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ച് അദ്ദേഹം കണ്ടെത്തിയ പ്രധാന സത്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം മനുഷ്യ നന്മയാണ്. ആത്മീയത മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. വിദ്യാഭ്യാസം അറിവിനൊപ്പം നന്മയും നൽകുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. ആദ്യം പ്രസിഡൻസി കോളേജ് ചെന്നൈയില് അധ്യാപകനായിട്ട് സേവനം ചെയ്ത് അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട എന്നിവിടങ്ങളിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ വളരെയധികം പ്രശസ്തമായിരുന്നു. ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് പോലും അദ്ദേഹം വളരെയധികം സിമ്പിൾ ആയിട്ട് വിശദീകരിക്കുമായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൽ അദ്ദേഹം ഇന്ത്യൻ തത്വചിന്ത പഠിപ്പിച്ചു. അന്നത്തെ കാലത്ത് ഒരു ഇന്ത്യൻ പണ്ഡിതന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ട വിദ്യാർത്ഥികൾ ഇന്ത്യൻ ചിന്തയെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങി. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ലോകത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. മതങ്ങൾ തമ്മിലുള്ള ഐക്യം, മനുഷ്യ സ്നേഹം, ആത്മീയത, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിഷയങ്ങൾ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്നും ലോക സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്വതന്ത്രം നേടിയ ശേഷം ഇന്ത്യക്ക് ജ്ഞാനവും മൂല്യങ്ങളുമുള്ള നേതാക്കളെ ആവശ്യമായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി, രാജ്യത്തിന്റെ സാംസ്കാരിക പ്രതിച്ഛായ ഉയർത്തി, ലോകരാജ്യങ്ങളായിട്ട് സൗഹൃദങ്ങൾ ശക്തമാക്കി. അതുകൊണ്ട് 1949 സോവിയറ്റ് യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായിട്ട് അദ്ദേഹം നിയമിതനായി. അതിനുശേഷം 1952 ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു.
പാർലമെന്ററി ചർച്ചകളിൽ ഗൗരവം കൊണ്ടുവന്നു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. ദേശീയ ഐക്യം ശക്തമാക്കി. ഒരു അധ്യാപകൻ രാജ്യത്തിന്റെ ഉയർന്ന ഭരണ പദവിയിൽ എത്താമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതിനുശേഷം 1954 അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന ലഭിച്ചു. ഇതിന് കാരണം വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവന, തത്വചിന്തയിലെ മഹത്വം, ദേശീയ സേവനം ഇതെല്ലാമായിരുന്നു. ഇതിന് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് കൊടുത്തൊരു ബഹുമതി കൂടിയായിരുന്നു ഭാരത് രത്ന. അതിനുശേഷം 1962 അദ്ദേഹം രാജ്യത്തെ 2ാമത്തെ രാഷ്ട്രപതിയായി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ലാളിത്യം, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഇതൊക്കെ തുടർച്ചയായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രപതി ആയിട്ട് പോലും അദ്ദേഹം ഈ അധ്യാപകരൊക്കെ ആയിട്ട് സംസാരിക്കും, വിദ്യാർത്ഥികളൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു ടച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവം ജനങ്ങളെ എപ്പോഴും അത്ഭുതപ്പെടുത്തി. രാഷ്ട്രഭവനിലും അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ജനപ്രിയമായ നേട്ടങ്ങളിൽ ഒന്നാണിത്. പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അധ്യാപക ദിനത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ് ഇന്ത്യയില്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ജന്മദിനം നിങ്ങൾ അധ്യാപക ദിനമായിട്ട് ആഘോഷിച്ചാൽ അതെനിക്ക് വളരെയധികം സന്തോഷം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ വിനയവും അധ്യാപക വൃത്തിയോടുള്ള സ്നേഹവും തെളിയിച്ചു. ഇന്ന് എല്ലാവർക്കും സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. കാരണം അദ്ദേഹം അധ്യാപകനെ കണ്ടിരുന്നത് രാജ്യത്തിന്റെ നിർമ്മാതാവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ദിനം അധ്യാപകനോടുള്ള ആദരവിന്റെ ദിനം, വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ഓർക്കുന്ന ദിനം, ഗുരുവിന്റെ പങ്ക് തിരിച്ചറിയുന്ന ദിനം എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് അദ്ദേഹം തത്വചിന്ത ലോകം മുഴുവനും പ്രചരിച്ച് നടന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം ഇന്ത്യൻ തത്വചിന്തനെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ആ സമയത്ത് എന്ന് വെച്ചാല് പല വിദേശ ശക്തികളും വിദേശ പണ്ഡിതന്മാരൊക്കെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ വളരെ താഴ്ന്ന നിലയിലാണ് കണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ത്യയുടെ മഹത്വം, തത്വചിന്തയുടെ മഹത്വത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടങ്ങളിൽ ഒന്ന് തന്നെ ഇരുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് പല പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യൻ ചിന്തയുടെ അന്ധവിശ്വാസം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ അദ്ദേഹം മാറ്റിമറിച്ച് ഇത് ഇന്ത്യയുടെ സംസ്കാരം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സഹായിച്ച്. അപ്പൊ മറ്റു രാജ്യങ്ങളിലുള്ളവരും അവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഇന്ത്യയുടെ ഈ തത്വചിന്തയും സംസ്കാരവും ഒക്കെ അവർക്ക് വളരെയധികം ഒരു മോട്ടിവേഷൻ കൊടുക്കണൊക്കെ പോലെ ആയി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫി, ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, ഈസ്റ്റേൺ റിലീജിയൻസ് ആൻഡ് വെസ്റ്റേൺ തോട്ട് ഇതൊക്കെയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന കോഴ്സ് എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സ് ഷുഡ് ബി ബെസ്റ്റ് മൈൻഡ്സ് ഇൻ കൺട്രി. ട്രൂ ടീച്ചേഴ്സ് ആർ ദോസ് ഹു ഹെൽപ്പ് us think for ourselves. Knowledge give us power, love give us fullness. ഇതൊക്കെയായിരുന്നു. അതിനുശേഷം 1975 ഏപ്രിൽ 17 അദ്ദേഹം അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ചിന്തകളും വിദ്യാഭ്യാസ സന്ദേശങ്ങളും ഇന്നും ജീവനോടെ തുടരുന്നു. ഇന്ത്യയിൽ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപക ദിനാഘോഷങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യ അദ്ദേഹത്തെ ഇന്നും ആദരിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നേടിയ നേട്ടങ്ങൾ വ്യക്തിപരമായ വിജയങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും വിജയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നും ഇന്ത്യയുടെ മഹാഗുരുവായി ഓർമ്മിപ്പിക്കപ്പെടും. താങ്ക് യു. ഓക്കെ, നന്നായിട്ട് പ്രശ്നം ചെയ്തോട്ടാ. Good morning, ma'am. Good morning, all. ഇന്നത്തെ സെമിനാറിന്റെ ടോപ്പിക് വൈ സെപ്റ്റംബർ 5th സെലിബ്രേറ്റഡ് ആസ് ടീച്ചേഴ്സ് ഡേ.
ഇതിനെ കുറിച്ചാണ് വളരെ ചെറിയ ഒരു ബ്രീഫാണ് തരുന്നത്. ഞാൻ അങ്ങനെയാണോ നിങ്ങൾക്ക് സെമിനാർ ടോപ്പിക് തന്നത്? നമ്മളൊരു അതെ, പോർഷൻ അതെ. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരാളുടെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ നിങ്ങളത് പറഞ്ഞില്ല, ഡോക്ടർ രാധാകൃഷ്ണൻ എന്നാണ് നമ്മൾ ടെസ്റ്റിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിച്ചു അല്ലേ? സെപ്റ്റംബർ 5th ടീച്ചേഴ്സ് ഡേ ആയിട്ട് എന്തുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം അങ്ങനെ വന്നത്. അങ്ങനെ വന്നേ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാം. ഡോക്ടർ രാധാകൃഷ്ണനെ കുറിച്ചിട്ടാണ് പറയാൻ പറഞ്ഞത്. അതും കുഴപ്പമില്ല. ടീച്ചേഴ്സ് ഡേ എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നതാവും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോടാം. ഇന്ത്യയിൽ സെപ്റ്റംബർ 5th അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന മഹാനായ അധ്യാപകനുടെയും ഇന്ത്യയുടെ 2ാം രാഷ്ട്രപതിയുടെയും ജന്മദിനമായതിനാലാണ്. അദ്ദേഹം ഒരു മികച്ച അധ്യാപകനും തത്വചിന്തകനുമായിരുന്നു. വിദ്യാർത്ഥികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന അദ്ദേഹം എന്റെ ജന്മദിനം പ്രത്യേകമായി ആഘോഷിക്കുന്നതിന് പകരം അത് അധ്യാപക ദിനമായി ആചരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 5th അധ്യാപക ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനനം 1888 സെപ്റ്റംബർ 5th ആണ്. അദ്ദേഹം ജനിച്ചത് തിരുത്താണി തമിഴ്നാട് എന്ന സ്റ്റേറ്റിലാണ്. അദ്ദേഹം ഒരു അധ്യാപകനായും തത്വചിന്തകനായും ഇന്ത്യയുടെ 2ാം രാഷ്ട്രപതിയായും അറിയപ്പെടുന്നു. 1962 മുതൽ 1967 വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ 2ാം രാഷ്ട്രപതിയായിട്ട് ഇരുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു. വിദ്യാർത്ഥികളെ സ്നേഹിക്കുകയും നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും മഹത്വം ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 5th ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾ, അദ്ദേഹം മികച്ച ഒരു അധ്യാപകനായിരുന്നു. ഇന്ത്യയുടെ തത്വചിന്ത ലോകത്തിന് പരിചയപ്പെടുത്തി. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം സേവനം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ലോകത്തിന് അറിയിച്ച മഹാനായ അധ്യാപകനും രാഷ്ട്ര നേതാവുമാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. താങ്ക് യു. അമീന, എല്ലാവർക്കും ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് മനസ്സിലായല്ലോ. നമ്മളുടെ യൂണിറ്റ്സ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 2 എന്റെ യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി. ഇൻഡിവിജ്വൽ ഡിഫറൻസോട് കൂടി ഞാൻ എന്റെ യൂണിറ്റ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാണ് മെയിൻ എക്സാം വരുന്നതെന്ന് പറഞ്ഞോ? സോറി, ടേം എക്സാം വരുന്നതെന്ന് അറിയാമോ? ഡേറ്റ് വന്നിട്ടുണ്ടാണ്. ടേം എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടോ? 6-ാം തീയതി. 6-ാം തീയതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ 6th അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സും കൂടി കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഓവറോൾ റിവിഷൻ നോക്കാം. ഇനി നമ്മളെ ടേം എക്സാം കഴിഞ്ഞു കഴിഞ്ഞാല് 6th കഴിഞ്ഞു കഴിഞ്ഞാല് മേ ബി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ. അടുത്ത നെക്സ്റ്റ് വീക്ക് മുതൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോണ്ടിസോറി പ്രാക്ടീസിനെ റെക്കോർഡ് ചെയ്യോ? നിങ്ങള് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയോ? 5th റെക്കോർഡ്, 5ാമത്തെ റെക്കോർഡ് എഴുതി കഴിഞ്ഞത്. അത് എഴുതി കഴിഞ്ഞു. ഓക്കെ, അതിൽ ഒരുപാട് മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ? പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, അങ്ങനെ നാല് ഏരിയാസും കുറച്ച് കൾച്ചറൽ ഏരിയ, ആ ഏരിയാസും മെറ്റീരിയൽസിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് ഇല്ലേ? ഈ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നിങ്ങൾക്ക് ആദ്യം തരും. ഓൺലൈൻ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ, ഓരോ ഏരിയാസിനെ കുറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ തരും. അതിനുശേഷമായിരിക്കും എന്ത് വരുന്നത്? ഓൺലൈൻ ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1 day വർക്ക്ഷോപ്പ് ആണ് വരുന്നത്. ഒരു ദിവസം ഏതൊരു സാറ്റർഡേ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇൻഫർമേഷൻ തന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോ ഇൻഫർമേഷൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ ഇത് എന്തിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്, എന്തിന്റെ ലൈവ് ക്ലാസ് ആണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് ഫോണിറ്റിക്സിന്റെ ക്ലാസ്സും കൂടി വരുന്നുണ്ട് കേട്ടോ. ഫോണിറ്റിക്സിന്റെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് യൂസ് ചെയ്താണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നത്, ട്രേസ് ഒക്കെ ചെയ്താണ്. ഈ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഫോണിറ്റിക് സൗണ്ട്സും കൂടി അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ത് സൗണ്ട്സ് ആണ്? ഫോണിറ്റിക് സൗണ്ട്സ്. അറിയാവോ? ഫോണിറ്റിക് സൗണ്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല ഫോണിറ്റിക് സൗണ്ട്സ്? കേട്ടിട്ടില്ല? ഓക്കെ, ഫോണിറ്റിക്സ് എ എന്നല്ല നമ്മള് ആൽഫബറ്റ്സ്. എ എന്ന് പറയുമ്പോ എന്നൊരു സൗണ്ട്, ബി എന്ന് പറയുമ്പോ ബ, സി എന്ന് പറയുമ്പോ ക. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മാം. സൗണ്ട്സ്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും. അത് അശ്വതി മിസ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ചിലപ്പോ ഇതിലേക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും കേട്ടോ. കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാം. ചിലപ്പോ കൂടുതൽ കുട്ടികളും ജൂണൊക്കെ വെക്കേഷൻ ഒക്കെ ലാസ്റ്റ് ആണ്. ചിലപ്പോ കുറച്ച് കൂടുതൽ കുട്ടികൾ ആബ്സെന്റ് ആവുന്നുണ്ടല്ലേ, വെക്കേഷൻ ആയതുകൊണ്ടാവാം അല്ലേ? അതെ. ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്സും ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സും കോൺഫിക്സിന്റെ ക്ലാസ്സും ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ റിവിഷൻ തരാന്ന് ഇരിക്കുന്നതെന്ന് പറയണം. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന് ബർണാമിസ് എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സിന് റിവിഷൻ ആണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള പോർഷൻസ്, ഞാൻ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വരണം. റീഡ് ചെയ്തിട്ട് വരാൻ നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. മാം, നമുക്ക് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ മാം എടുത്ത ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഒന്ന് അയക്കണേ. ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട് മിസ് എടുക്കാൻ. പിന്നെ എടുക്കാനുണ്ട് ഡിഫൻസ് മെക്കാനിസം. അത് ആദ്യ മാസമാണ് എടുക്കുന്നത് അല്ലേ? ജിഷാമിസ് ആയിരിക്കും. സൈക്കോളജി കംപ്ലീറ്റ് ആയോ? ജിഷമിസ് യൂണിറ്റ് 2 തുടങ്ങി. വേറെ പാർട്ട് 2 സോറി പാർട്ട് 3 ജസ്റ്റ് മരിയ മോണ്ടിസോറിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ അതെ. അത് ചിലപ്പോൾ തുടങ്ങില്ലായിരിക്കും. മേ ബി നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം ഇഷ്ടമായിരിക്കും എടുക്കാട്ടോ. അല്ല, മാം പറഞ്ഞു ഡിഫൻസ് മെക്കാനിസം മാം എല്ലാം എടുക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പാർട്ട് 3 തുടങ്ങിയത്. ഓക്കെ, കുഴപ്പമില്ല. അത് ജസ്റ്റ് നമുക്ക് മിസ് എടുക്കണില്ലെന്നല്ല പറഞ്ഞ ആതിര മിസ്സിനോട്. ആ മിസ്സിനോട് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ എടുക്കണുണ്ടെങ്കിൽ മിസ് എടുക്കണില്ലെന്ന് പറഞ്ഞു. ജിഷാംസാണ് എടുക്കുന്നത്. എന്നോട് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആതിര മിസ്സിന് സൈക്കോളജി കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. എഡ്യൂക്കേഷൻ സൈക്കോളജി കംപ്ലീറ്റ് ആകാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ ജിഷാമിസ് ആണ് ഡിഫൻസ് മെക്കാനിസം എടുക്കുന്നത് കേട്ടോ. ഞാൻ ഒന്നും കൂടി മെസ്സേജ് അയച്ചേക്കാം. ജിഷാമിസ് തന്നെ എയർപോർട്ട് എടുക്കണ്ടല്ലോ. നിങ്ങള് ക്ലാസ് വരുമ്പോ പറഞ്ഞാൽ മതി ഡിഫൻസ് മെക്കാനിസം ജിഷാമിസ് തന്നെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. കാരണം ആദ്യത്തെ ക്ലാസ് ഒരു ക്ലാസ്സും കൂടി കിട്ടുള്ളൂ. സോ അത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒന്ന് സമ്മപ്പ് ചെയ്യാനും പിന്നെ മോക്ക് ടെസ്റ്റിനൊക്കെ നമ്മുടെ റിവിഷൻ ഒന്ന് കൊടുക്കാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതില്ലേ പറഞ്ഞോടാ. നമ്മളുടെ മറ്റേ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ചാപ്റ്റർ ഇല്ലേ, അതില് മോക്ക് ടെസ്റ്റ് ഇട്ടൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ഇമോഷൻ. അയ്യോ, അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ല. ചാപ്റ്ററിന്റെ പേര് ഇമോഷൻസ് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ നിങ്ങൾ മുമ്പ് കഴിഞ്ഞത്, പീഡ്സിന്റെ ചാപ്റ്റർ. അതിലില്ലേ മിസ്സേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, നമുക്ക് ഫസ്റ്റ് ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യണ ഏത് ഏജിലാണെന്ന്? 2 to 3 years എന്ന് പറഞ്ഞത് ആണോ? എന്റെ ചാപ്റ്റർ ആണല്ലേ? അതില് ആ മോക്ക് ടെസ്റ്റിൽ ആ ക്വസ്റ്റ്യനെ ടെക്സ്റ്റില് കണ്ടില്ല ആൻസർ. ഒന്നുകൂടി പറയോ ഏതാ? ഞാനിപ്പോ ക്ലാസ് വർക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മോനൊന്ന് എടുക്ക്, എന്നിട്ട് ഞാനിപ്പോ എടുത്തിട്ട് പറയാം. ഞാൻ പറഞ്ഞുതരാം. അതില് 2 to 3 years ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അത് ടെക്സ്റ്റില് പക്ഷെ ആ ഒരു പോയിന്റ് ഇല്ല മിസ്സേ.
ഇല്ല നോക്കട്ടെ, എന്താ ഡൗട്ട് വന്നിട്ട് നോക്കാലോ. മോക്ക് ടെസ്റ്റിലതാ നോക്ക് ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞേ. നീഡ്സിലത്തെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ലേ? നീഡ്സ് തന്നെയാണോ, ഉറപ്പാണോ? അതില് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമോഷൻ ഈസ് ടിപ്പിക്കലി ദ ഫസ്റ്റ് ടു ഡെവലപ്പ് ഇൻ ഇൻഫൻസ്. അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ഏജ് ഡു ചിൽഡ്രൻ ടിപ്പിക്കലി ബിഗിൻ ടു റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ ഇൻ അതേഴ്സ്? ആ ക്വസ്റ്റ്യൻ അല്ലേ? അത് നമ്മുടെ ടെക്സ്റ്റില് ഞാൻ കണ്ടില്ല. ഞാൻ വേറെ രണ്ടുപേരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞേ അത് അതില് പറയണില്ല, എന്നാ പുറത്തുനിന്ന് ഇട്ടതാണ് മിസ്സേ. നോക്കട്ടെ. ആടാ, അതപ്പോ ആ ക്വസ്റ്റ്യൻ വരില്ല എക്സാമിന്. പിന്നെ ഫസ്റ്റ് വൺ ഇമോഷൻ എന്ന് പറഞ്ഞ ഹാപ്പിനെസ് ഇല്ലേ, അതും പുറത്തുനിന്നുള്ള ടെക്സ്റ്റിലുള്ളതാണ്. അത് ഹാപ്പിനെസ് ഇല്ല, പക്ഷെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോ മോക്ക് ടെസ്റ്റ് നോക്കിയപ്പോ ഇത് രണ്ട് പരിചയം പോലെ കണ്ടില്ല. അതായത് ഒരു ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ലേ, അപ്പൊ ഞാനതാ ചോദിച്ചത്. ശരി. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇമോഷൻ ഹാപ്പിനെസ്. അത് ഞാൻ ആ ദിവസം 2 ദിവസം എനിക്ക് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കേറാൻ പറ്റിയിരുന്നില്ല. അല്ല, അത് വരാനുള്ള ചാൻസ് കുറവാണ്. നമ്മളുടെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ, മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ഇട്ടാണ്. എന്തായാലും ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ മോക്ക് ടെസ്റ്റ് പറ്റുന്നുണ്ട്, കൊടുക്കാം കേട്ടോ. വേറെ ഒന്നും ഇല്ലാലോ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കി വെക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നോക്കി വെക്കാം, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെന്താണ്, നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എക്സാം ആണ് നമ്മൾ ടേം 1 എന്ന് പറഞ്ഞിട്ട് എക്സാം കണ്ടക്ട് ചെയ്തത്. ടേം 1 മെയിൻലി വരുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് കേസ് എടുക്കായിരുന്നു. അപ്പോ നമ്മള് പാർട്ട് 1 ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഫുഡ്, ന്യൂട്രീഷൻ, ബാലൻസ് ഡയറ്റ് ഞാനല്ലേ എടുത്തത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, കോമൺ ചൈൽഡ്ഹുഡ്, ഫസ്റ്റ് എയ്ഡ്, ഹെൽത്ത് കെയർ, ചൈൽഡ് വെൽഫെയർ. 5 ചാപ്റ്റർ ഞാൻ എടുത്തോ? ഓക്കെ. ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ്ലി പറഞ്ഞത് പേജ് നമ്പർ 10 ആണ്. പേജ് നമ്പർ 10 1 മിനിറ്റ്. ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അവരെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് ഒരുപാട് ന്യൂട്രീഷ്യസ് റിക്വയർമെന്റ്സ് ഉണ്ട്. അവർ എനർജി അവർക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, പ്രോപ്പർ എമൗണ്ട് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം. ഡെയിലി നമ്മൾ ഫുഡ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് അല്ലെ. എനർജി ഗിവിംഗ് ഫുഡ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എനർജി സപ്ലയേഴ്സ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് അങ്ങനെ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനർജി ഗിവിംഗ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡിലൂടെയാണ് നമുക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ മെയിൻലി കിട്ടുന്നത്. എനർജി ഗിവിംഗ് ഫുഡ്സിന് എക്സാമ്പിൾ ആണ് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഒക്കെ. നെക്സ്റ്റ് ആണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സിനെയാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഏത് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. നമുക്ക് മസിൽ സ്ട്രെങ്തിനും ബോൺ സ്ട്രെങ്തിനും ടീത്തിനും അതേപോലെ തന്നെ എനർജി ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ആവശ്യമാണ്. പ്രൊട്ടക്റ്റീവ് ഫുഡിന് എക്സാമ്പിൾ പ്രോട്ടീൻ, മിനറൽസ് ഒക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 കാറ്റഗറീസ് ആണ് നമുക്കുള്ളത്. അതെല്ലാം നല്ല രീതിയിൽ റീഡ് ചെയ്യാം. ഇനി നമ്മൾ ഫുഡ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇല്ലേ. എനർജി ഗിവിംഗ്, ബോഡി ബിൽഡിംഗ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് അല്ലാതെ ഫുഡ്സിന്റെ കമ്പോണൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് പ്രോട്ടീൻ ആണ് അല്ലെ. പ്രോട്ടീൻ പറഞ്ഞത് എന്തൊക്കെയാണ്? അനിമൽ പ്രോട്ടീൻ ഉണ്ട്, വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട്. അനിമൽ പ്രോട്ടീൻ എന്താണ്, വെജിറ്റബിൾ പ്രോട്ടീൻ എന്താണ്, പ്രോട്ടീൻ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് റിക്വയർഡ് ആവുന്നത് എന്നത് നോക്കണം.
ഫാറ്റ്സ് പറയുമ്പോൾ ഫാറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഫാറ്റ് ആണ് നല്ലത്? ബോഡിക്ക് വേണ്ട ഫാറ്റ് ഏതാണ്? സാച്ചുറേറ്റഡ് ഫാറ്റ് ആണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണോ വേണ്ടത്? Unsaturated plants. അത് നോക്കി വെക്കാം. കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്നത്. ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. മിനറൽ സോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു ചെറിയൊരു കമ്പോണന്റ് മതി, പക്ഷെ അത് റിക്വയർഡ് ആണ്. ഇനി വൈറ്റമിൻസിന്റെ പോയിന്റ്സ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 types ഓഫ് വൈറ്റമിൻസ് ഉണ്ട് അല്ലെ? വാട്ടർ സോളുബിൾ വൈറ്റമിൻസും ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും ഇല്ലേ? അത് ഏതാന്ന് എന്തായാലും നോക്കി വെക്കണം. എന്തൊക്കെയാണ് വാട്ടർ സോളുബിൾ വൈറ്റമിൻസും അതേപോലെ തന്നെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും ഏതാണെന്നുള്ളത് നോക്കി വെക്കണം. ദെൻ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് ഫുഡ് ഈസ് യൂസ്ഡ് ബൈ ഹ്യൂമൻ ബോഡി. ദ പ്രോസസ് ബൈ വിച്ച് ഫുഡ് ഈസ് യൂസ്ഡ് ബൈ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡി ഫുഡ് യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? മെറ്റബോളിസം. ആ ഒരു ക്വസ്റ്റ്യനും കാണാറുണ്ട്, അത് നോക്കി വെക്കണം. പിന്നെന്താണ്? മാൽ ന്യൂട്രീഷൻ എന്തൊക്കെയാണ്? മാൽ ന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെല്ലാം സൈഡ് എഫക്ട്സ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കണം. ആ ടേബിൾ നമുക്ക് കാര്യമായിട്ട് നോക്കണ്ട കേട്ടോ. ബാലൻസ് ഡയറ്റ് വരെ നോക്കിയാൽ മതി. ടേബിളിലേക്ക് ഒന്ന് പോകണ്ട. ടേബിളിൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ടേബിൾ ആണ് കേട്ടോ. കാണുന്നുണ്ടോ? ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ബാക്കി ബാലൻസ് ഡയറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കി വെക്കുക കേട്ടോ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. ചാപ്റ്റേഴ്സ് നന്നായിട്ട് ഒന്നും കൂടി റീഡ് ചെയ്ത് നോക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാനായിട്ട്? മറ്റേ ചൈൽഡ്ഹുഡ് ഡിസീസ് ചാപ്റ്റർ ഇല്ലേ? അതെ അതെ. അതില് മിസ് മറ്റേ കൊറേ ബാക്ടീരിയകളുടെ ഒക്കെ പേരുകൾ പറഞ്ഞില്ലേ? അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കില്ല. ഓക്കെ. ഇപ്പൊ വൂഫിംഗ് കഫിന്റെ ആയാലും ഡിഫ്തീരിയ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല. കാരണം ടെസ്റ്റിൽ ഇല്ലല്ലോ. മോക്ക് ടെസ്റ്റിൽ കണ്ടില്ലല്ലോ അങ്ങനെ? ഇല്ല. കോളറയുടെ ഉണ്ടായിരുന്നു. കോളറയുടെ ഉണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വയ്ക്കാം. ചിലതൊക്കെ ചോദിക്കും കേട്ടോ. എന്തുവാണ് നമ്മളുടെ ഏതാണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് മൊസ്കിറ്റോസ് ആണ്? മറക്കില്ലല്ലോ. ചിലതൊക്കെ ചോദിക്കുന്നത് അത് പറയാൻ പറ്റില്ല. അത് ഉള്ളിൽ നിന്ന് ചോദിക്കില്ല. ടേം എക്സാമിന് മേ ബി ചോദിക്കില്ല. പിന്നെ എക്സാമിന് നിങ്ങൾ എല്ലാം ഓവറോൾ കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാം കേട്ടാ. മീസിൽസോ? അത് ടെസ്റ്റിൽ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മീസിൽസ് എന്ന് പറയുന്ന അസുഖം വരുത്തുന്ന വൈറസിന്റെ പേര് എന്താന്ന് ചോദിച്ചാല് ഓക്കെ മീസിൽസ് തന്നെയാണ്. ജോണ്ടിസ് മെയിൻലി അഫക്ട് ചെയ്യുന്നത് ഏത് ബോഡി പാർട്ടിനെയാണ്? ഏത് ഇന്റേണൽ ഓർഗൻ? ഓക്കെ. ടൈഫോയിഡ് മെയിൻലി അഫക്ട് ചെയ്യുന്ന ഏത് ഇന്റേണൽ ഓർഗനെയാണ്? പറഞ്ഞിട്ടില്ല അല്ലെ? സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ടാ. ഇൻഡസ്റ്റൈനെയാണ് മെയിൻലി അഫക്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെന്താണ്? പോളിയോന്റെ സൈഡ് എഫക്ട് എന്താണ്? പെർമനന്റ് പാരലൈസിസ്. ടെറ്റനസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? കൗഡങ്ങിന്ന്. കൗഡങ്ങിന്ന് ഹോർസിലാക്കിനോ ത്രൂ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നതോ? ഇഞ്ചുറീസ്. ഒരു വൈറ്റ് കളറിലെ മെമ്പറൈൻ തോട്ടില് ഫോം ചെയ്യുന്നു. ഒരു വൈറ്റ് കളറിലെ മെമ്പറൈൻ അതിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. ആ ഒരു അസുഖത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഡിഫ്തീരിയ. ഓക്കെ. മെയിൻലി ഡിഫ്തീരിയ ഏതെല്ലാം പാർട്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്? വിൻഡ് പൈപ്പ് പിന്നെ ത്രോട്ടാ. ട്രക്കിയ എന്നുവെച്ചാൽ നമ്മളുടെ അപ്പർ റെസ്പിറേറ്ററി പാർട്സിനെയാണ് ഡിഫ്തീരിയ അഫക്ട് ചെയ്യുന്നത്. വൂഫിംഗ് കഫിന്റെ മറ്റൊരു പേര് 100 days of cough. വേറെ കൂടി ഉണ്ട്. കില്ലർ ഡിസീസ് ആണ്. കില്ലർ ഡിസീസ് പെർട്യൂസിസ്. പെർട്യൂസിസ്. Then medium of infection disease? Air, water, food.
diseases spread from one person to another through contact is known as dash type of disease. Contagious disease. Children get various kinds of disease due to dash. Lower immunity. Okay, absence of immunity. First aid is a dash treatment. Clear eyelines. First aid is a dash treatment, permanent, temporary. Temporary. Okay. In an school, there must be should available dash assistance. Sorry. എന്താ പറയുക, നമ്മളിപ്പോ ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് നിർബന്ധമാണ് ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചും. അവിടെ ഇമ്പോർട്ടന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സർവീസ് ആരുടെയാണ്? Nursing assistant. ഓക്കെ, അങ്ങനെ ചോദിക്കാം. ഇനി അതേപോലെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ എങ്ങനെയാണ് ഫെയിൻഡ് ആയിട്ടുള്ള വ്യക്തിയെ എങ്ങനെ നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ പിന്നെന്താണ് ട്രീറ്റ്മെന്റ് എന്താണ്, ബ്ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ സ്നേക്ക് ബൈറ്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി എബോവാൻഡിലോ ഒത്തിരി ടൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ബാൻഡേജ് ചെയ്യാൻ പാടില്ല. അറിയാലോ എല്ലാവർക്കും അല്ലെ? പിന്നെ ക്ലീൻ, അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ്, ക്ലീൻ ആയിട്ടുള്ള നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് ബ്ലഡ് ഫ്ലോ ചെയ്യിക്കണം. അത് ചെയ്യാൻ പാടില്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാണ്, ചെയ്യരുത് കേട്ടോ. പിന്നെന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റുമോ അല്ലെ? സ്നേക്സ് ബൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുറച്ച് ദിവസമായിട്ട് നമ്മളുടെയൊക്കെ നാട്ടിൽ എന്താണ് സ്നേക്ക് ബൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻ ആയിരുന്നു അല്ലെ? ഏപ്രിൽ മെയ്യില് കൂടുതൽ നമ്മൾ കേട്ടതും അങ്ങനെ തന്നെ ഒരുപാട് എന്താ പറയാ സ്നേക്ക് ബൈറ്റ്സിന്റെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടു അല്ലെ? അപ്പോ നമ്മള് പാമ്പ് കടിയേറ്റാൽ ഉടൻ ശരിയായ ചികിത്സയാണ് മെയിൻലി നമ്മൾ കൊടുക്കേണ്ടത്. പാമ്പിന്റെ വിഷം നിർവീചീകരിക്കാൻ അല്ലെങ്കിൽ അത് ഇത് പോകാൻ നമുക്ക് ആന്റിവെനം മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് പേഷ്യന്റ് എത്തിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ആ പാമ്പ് കടിയേറ്റ പാമ്പിന്റെ പുറകെ പോവുകയോ അല്ലെങ്കിൽ ആ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. മേബി മറ്റുള്ളവർക്കും കൂടി കടിയേക്കാൻ അത് കാരണമാകും. ദെൻ എന്ത് ചെയ്യാൻ ശ്രമിക്കാം, കടിപ്പാടി മുറിവുണ്ടാക്കി അതിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യിപ്പിക്കരുത്. അത് തെറ്റാണ്. ഇഞ്ചുറി മസ്റ്റ് ബി, അത് പറയുന്ന ആ ഒരു പോയിന്റ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കില്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. Bandage should be used tightly. അത് applicable അല്ലേ? ടൈറ്റ്ലി, ഭയങ്കര ടൈറ്റ്ലി ആക്കരുത്. നമ്മൾ Not too tightly. ഷുഡ് നോട്ട് ഡു ടൈറ്റ്ലി. നമ്മളത് ബിലോ ആൻഡ് എപ്പോ നമ്മൾ ബാൻഡേജ് ചെയ്യണം. നമ്മളത് ടൈറ്റ് ആക്കി ചെയ്യണം എന്നില്ല കേട്ടോ. ഒത്തിരി ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ, ആ ഒരു പാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയാനും മേ ബി നമുക്ക് പിന്നീട് ആയാലും അത് ആ ഒരു പാർട്ട് ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് നോട്ട് ടൈറ്റ്ലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ ഡു നോട്ട് നമ്മൾ ഇഞ്ചുറി ക്ലീൻ ആയിട്ടുള്ള നൈഫോ ഇതൊന്നും വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കണോട്ടോ അത്. ഇത്രയും ഞാൻ ആകെ 3 ചാപ്റ്റേഴ്സ് പറഞ്ഞു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏതാണ് നമ്മളുടെ ഹെൽത്ത് കെയർ ആൻഡ് ചൈൽഡ് വെൽഫെയർ. ഞാൻ പാർട്ട് 2 നിന്ന് അധികം എടുത്തിട്ടില്ലല്ലോ. പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പിന്നെ ഡിഫൻസ് 3 യൂണിറ്റ്സിൽ എടുത്തോളൂ. അപ്പൊ മേ ബി ഈ യൂണിറ്റ്സും പിന്നെ കുറച്ച് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സൈഡിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എക്സാം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഈ 50 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ, ബാക്കി 14 ആണ് നമുക്ക് നമ്മളുടെ മൊഡ്യൂൾ 1 പാർട്ട് 1 and 2 എന്ന് വരുന്നത്. അതില് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പാർട്ട് 2 ആണ്. എനിക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ പഠിച്ച സമയത്ത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പാർട്ട് 2 ആണെന്ന് തോന്നിയില്ലേ? അതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അത് ആ ഒരു സിലബസിന്റെ തന്നെ പോർഷന്റെ ഒരു ഭാഗം തന്നെയാണ്. നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് 2 നിന്നാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്ലസ് സൈക്കോളജി രണ്ടും പാർട്ട് 2 എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ്
ആൻഡ് സൈക്കോളജി എന്നാണെങ്കിലും രണ്ട് അതിൽ തന്നെയുള്ള 2 ഡിവിഷനാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. കൂടുതൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യാം, വായിച്ചു നോക്കാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ചോദിക്കോ? എല്ലാവരോടും നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഒരു റിവിഷൻ പോലെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് നമ്മുടെ പോർഷൻസ് എല്ലാം ഒരുമിച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? അറിയില്ല. ഓക്കെ, താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, മോക്ക് ടെസ്റ്റ് നോക്കാം, ഡൗട്ട്സ് ഉള്ള പോർഷൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് വരാം കേട്ടോ. Thank you, ma'am. Thank you.